അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിന്റെ ദുറൂസ് അറബി മലയാളം എന്ന വിഷയത്തിൽ ഖിറാഅത്ത് അഥവാ വായന എന്ന ഭാഗത്തിൽ മുൻകഴിഞ്ഞ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. അക്ഷരങ്ങൾ വായിക്കാം. അപ്പൊ താഴെ 5ഓളം അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാനാണ്? വായിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തത് ഖ അല്ലെ, ന് പ്ലസ് ഖ, അതാണ് എന്ത് ഖ. രണ്ടാമത്തതോ ഥ അല്ലെ, ഥ, ന് പ്ലസ് ഥ, ഥ. മൂന്നാമത്തത് ഖ് പ്ലസ് വ, ഖ്വ, ഖ്വ, എന്താണ് ഖ്വ എന്ന് വരും. ഇനി നാലാമത്തത് ത് പ്ലസ് വ, ത്വ, ത് പ്ലസ് വ, ത്വ. ഇനി അഞ്ചാമത്തത് ക് പ്ലസ് ഷ, ക്ഷ, ക് പ്ലസ് ഷ, ക്ഷ. അപ്പൊ ഒന്നാമത്തത് ഖ, രണ്ടാമത്തത് ധ, മൂന്നാമത്തത് ഖ്വ, നാലാമത്തത് ത്വ, അഞ്ചാമത്തത് ക്ഷ. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. അവിടെ 5ഓളം വാചകങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 5 വാചകങ്ങളും വായിക്കാം. അപ്പം രണ്ടാമത്തെ പ്രവർത്തനം വാചകങ്ങൾ വായിക്കാം. ഒന്നാമത്തത് എന്നും പള്ളിയിൽ പോകണം, എന്നും പള്ളിയിൽ പോകണം. രണ്ടാമത്തതോ നല്ല മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. മൂന്നാമത്തത് കേട്ടത് പറയരുത്, കേട്ടത് പറയരുത്. നാലാമത്തത് ചിഹ്നം. അഞ്ചാമത്തത് കാർഡ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തത് എന്നും പള്ളിയിൽ പോകണം, രണ്ടാമത്തത് നല്ല മധുരമുണ്ട്, മൂന്നാമത്തത് കേട്ടത് പറയരുത്, നാലാമത്തത് ചിഹ്നം, അഞ്ചാമത്തത് കാർഡ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ചേർത്തു വായിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തത് വാങ്ങുക, അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോൾ വാങ്ങുക എന്ന് വരും. ഇനി അടുത്ത് രണ്ടാമത്തത് മുഴങ്ങുക, മൂന്നാമത്തത് പൊങ്ങുക. അപ്പൊ ഒന്നാമത്തത് വാങ്ങുക, രണ്ടാമത്തത് മുഴങ്ങുക, മൂന്നാമത്തത് പൊങ്ങുക. ഇനി അതുപോലെ തന്നെ ദുറൂസ് അറബി മലയാളം എന്ന വിഷയത്തിലെ കിതാബത്ത് എഴുത്താണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം വിട്ട അക്ഷരങ്ങൾ അറബി മലയാളത്തിൽ എഴുതാം. ഒന്നാമത്തത് ഡാഷ് ളിക. അപ്പൊ അത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? ഗുളിക അല്ലെ, ഗുളിക. ഇനി രണ്ടാമത്തത് പുഷ്പം. അവിടെ നമ്മൾ എഴുതാനുള്ളത് എന്താണ്? പു എന്നുള്ളതാണ്. പുഷ് എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതാനുള്ളത്. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ പുഷ്പം. ഇനി അടുത്തത് മൂന്നാമത്തത് മരം അല്ലെ. അപ്പൊ അവിടെ മര എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോൾ മരം. ഇനി ഏറ്റവും അവസാനത്തത് നാലാമത്തത് എന്താണ്? ചക്രം അല്ലെ. അവിടെ ച എന്നുള്ളതാണ് എഴുതാനുള്ളത്, ക്രം എന്ന് അവിടെ ഉണ്ട്. അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോൾ ചക്രം. ഇനി അതുപോലെ രണ്ടാമത്തെ പ്രവർത്തനം അറബി മലയാള അക്ഷരമാക്കാം എന്നുള്ളതാണ്. അവിടെ നൽകിയതൊക്കെ അറബിയിലുള്ള അക്ഷരങ്ങളാണ്. വ അല്ലെ. അപ്പൊ അത് നമ്മൾ അടിയിൽ ഒരു പുള്ളിയിട്ട് കൊടുത്താൽ ള, ള എന്നുള്ളത് എന്താണ്? അറബി മലയാള അക്ഷരമാണ്. അടുത്തത് ഐ, ആ അല്ലെ. ഐനിമൽ ഫത്ത് കൊടുത്തത് ആ. അപ്പൊ അത് നമ്മൾ അറബി മലയാളത്തിൽ അക്ഷരമാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? താഴെയും മേലെയും ഒരു പുള്ളി ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വായിക്കും? ങ എന്ന് വായിക്കും. അടുത്തത് ഹ, ഹ എന്നുള്ളത് അറബിയിലെ അക്ഷരമാണ്. അതിന് നടുവിൽ 3 പുള്ളി ഇട്ട് കൊടുത്താൽ എന്ത് വായിക്കും? ഛ എന്ന് വായിക്കും അല്ലെ. അപ്പൊ അതും ഛ എന്നുള്ളത് എന്താണ്? അറബി മലയാളത്തിലെ അക്ഷരങ്ങളാണ്. ഒന്നാമത്തത് ള, രണ്ടാമത്തത് എഴുതാനുള്ളതാണ് നോക്കേണ്ടത്. ഒന്നാമത്തത് ള, രണ്ടാമത്തത് ങ, മൂന്നാമത്തത് ഛ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നിറം നൽകാം എന്നുള്ളതാണ്. പ എന്നുള്ളതിന് നിറം നൽകുക. രണ്ടാമത്തത് ധനികൻ എന്നുള്ളതിന് നിറം നൽകുക. ഇനി മൂന്നാമത്തത് ഛായ എന്നുള്ളതിന് നിറം നൽകുക. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനം ഹർക്കത്തുകൾ നൽകാം എന്നുള്ളതാണ്. വീട്ടുപാഠം പഠിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹർക്കത്ത്. ഒന്നാമത്തേതിന് കെസറ് കൊടുക്കുക. വ എന്നുള്ളതിന് കെസറ്, പിന്നെ ഠ എന്നുള്ളതിന് ലമ്മ്, അപ്പൊ വീട്ടു. പിന്നെ അടുത്തതിനോ ഫത്തഹ്. പ എന്നുള്ളതിന് ഫത്തഹ്, ഡ എന്നുള്ളതിനും ഫത്തഹ്.
പിന്നെ മീമിന് സുക്കൂന്, അപ്പം വീട്ടുപാഠം എന്നായി. പിന്നെ പ എന്നുള്ളതിന് ഫതഹ്, ഡി എന്നുള്ളതിന് കെസുറ്, അപ്പൊ പടി. പിന്നെ ഖ എന്നുള്ളതിന് ഫതഹ്, ണ എന്നുള്ളതിന് ഫതഹ്, മീമിന് സുക്കൂന്, അപ്പം വീട്ടുപാഠം പഠിക്കണം എന്നായി. ഇനി അടുത്തത് റബ്ബിന് താഴ്മ ചെയ്യണം. അപ്പൊ റാക്ക് ഫതഹ് കൊടുക്കുക, ബി എന്നുള്ളതിന് കെസുറ്, നൂനിന് സുക്കൂനാണ് നൽകേണ്ടത്, അപ്പൊ റബ്ബിന് എന്നായി. ഇനി അടുത്തത് താക്ക് ഫതഹാണ്, താ. ഇനി ഇഴാക്ക് സുക്കൂന്, മീമിന് ഫതഹ്, അപ്പൊ താഴ്മ, റബ്ബിന് താഴ്മ. ഇനി അടുത്തത് ഷ എന്നുള്ളതിന് ഏകാരമാണ്, യ എന്നുള്ളതിന് ഫതഹ്, ന എന്നുള്ളതിന് ഫതഹ്, മീമിന് സുക്കൂന്, അപ്പം റബ്ബിന് താഴ്മ ചെയ്യണം എന്നാകും. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.